ബഡ്ജറ്റ് ഇല്ലേ അതിന്റെ പോലെ ഇവരെ കാണാൻ തോന്നല്. അതല്ല, പക്ഷേ ഈ പറഞ്ഞ അഹങ്കാരിയാണ്. പാണ്ടി കളിക്കാരനാണ്. വേറെ കളിയുണ്ട്. ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാനുള്ള സ്പീഡിങ്ങിന് പിടിച്ചിട്ടായിരിക്കും. അതേപോലെ വേറെ ഒരുത്തം വരാൻ പോകുന്നു. ആ ഫൈൻ അടിച്ച് 3 പോയിന്റ് വിട്ടു കൊടുത്തിട്ട് വിടും. അതിന് ഇൻഷുറൻസ് കൂടുമല്ലോ. അതെ അതെ, ഒരു 100-110 രൂപ ഇൻഷുറൻസ് മാസം. വണ്ടി ഇടി കിട്ടുന്നതിനെക്കാട്ടിലും വലിയ ഇതാണ്. ഞാൻ 150-ലാണ് പോണേ. ഇതിപ്പോ ഈ ആ വണ്ടി പോകുന്നട്ടാ, അതിന് ഒപ്പിച്ച് പിടിച്ചില്ലെങ്കിൽ ഇത് മൊത്തം ഇങ്ങനെ പതുക്കെ നേരം. ഇവിടെ പിടിക്കില്ല. ഞാനിങ്ങനെ വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാലേ പിടിക്കും. പക്ഷെ വേറൊരു കാര്യം പറയണോ, നമ്മളിപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ഫ്രണ്ടിൽ പോണ വണ്ടിയുണ്ട്, ആ സ്പീഡിൽ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ സേഫ് ആവും. ആ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നതിനെ പിടിക്കുന്നു. എല്ലായിടത്തും 100 ഉള്ളൂ. അതൊരു പറയത്തക്ക ഇതാണ്. പക്ഷേ ഈ റോഡിൽ കയറിയാ പറന്ന പോവുക. ഇതില് എല്ലാ വണ്ടിക്കും കയറാൻ പറ്റത്തില്ല. ഇതില് വണ്ടിയിൽ 2 പേരും അതിൽ കൂടുതലുണ്ടെങ്കിൽ ഈ ലൈനിന്റെ പേര് ഇതോ ഈ സിമ്പിൾ അല്ല ഇതാ ഇത് ക്രോസ് ചെയ്യാൻ പാടില്ല. ഡയമണ്ട് കട്ടില്ലേ, അതിനൊരു പേരുണ്ടല്ലോ. അപ്പൊ 150 ആയി. അത് 60ലേക്ക് ആ സ്പീഡിൽ എത്തണ്ട നമ്മള്. ടെൻഷൻ വേണ്ട, നമ്മള് കറക്റ്റ് ആയിട്ടാണ്. പക്ഷെ അർജുൻ കുറച്ചുകൂടി സ്പീഡ് നമ്മൾ കഴിഞ്ഞ വർഷം പൊണ്ണി എഴുതി എവിടെ? അതാണ് ഞാൻ അന്ന് ചോദിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞത് എത്ര മിനിറ്റ് എടുക്കുന്നൊക്കെ. 4 മണിക്കൂർ ലേറ്റ് ആയി. എവിടെ പോയപ്പോഴേ അതല്ല, നമ്മുടെ കൂടെ അല്ല പുറം പോയത്. ഞാൻ പറഞ്ഞത് മറ്റേ പുള്ളിയോടെ മാസിപ്രോ കണ്ടനി പോയത്. പുള്ളി പുതിയ ഡ്രൈവറായിരുന്നു. 100 പിടിച്ചാണ് വെക്കൊണ്ട്. 100 പിടിച്ച് പോവാണെങ്കിൽ ആ അറ്റത്ത് പിടിച്ചു പോകണം. അല്ല, ഈ റോട്ടിൽ 120 പോകല്ലേ? അല്ലേ, ഇവിടെ ഒരു 150 ആ പോകുന്ന കണ്ടോ. അവനൊരു 150 ആയിരിക്കും പോണേ. ആ പുറകെ വരുന്നവൻ ഞാനിപ്പോ പതുക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ലൈറ്റ് അടിക്കാൻ തുടങ്ങും. ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ഇത്ര സേഫ് ഡിസ്റ്റൻസ് ഇട്ട് പോകണം. ഏറ്റവും സേഫ് ആണ്. അല്ലെ, മിനിമം എത്ര അല്ലോ അല്ലേ? ചിലവർ മുട്ടിച്ചു വളച്ചു ഇത് വീട് പോയിട്ട് ഇങ്ങനെ വളയുന്നത്. അത് കാലടി 206 ഇനി 155 കിലോമീറ്റർ. അല്ല 206 കിലോമീറ്റർ മൊത്തം കൂടെ. 155 ഇനിയും ബാക്കി കിടക്കും. അവിടെ കുറെ നേരം ട്രാഫിക് ബ്ലോക്കിലൊക്കെ കിടന്ന അവിടെ ഒരു 2 മണി കൂട്ടാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അറിയത്തില്ല, കണ്ടോ ഇവിടെ ഒരു ഇച്ചിരി ഓറഞ്ച് ആണെന്ന്. അതെ പറഞ്ഞു ഓറഞ്ച്. വി ആർ ഹയറിംഗ് വെസ്റ്റ് റോക്ക്. ഏത് അത് ഞാൻ എന്റെ മാപ്പിൽ ഓഫാണ്. ജോർ ബോയ്ക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ? എപ്പോ വന്നു? ഈ ഇതെന്താ എന്നോട് പറയാഞ്ഞേ? നമുക്ക് മാറ്റിയിട്ടാ കിടന്നു. അല്ല അവൻ ഇതിപ്പോ ചെയ്യല്ലേ. അവോയ്ഡ് ടോൾസ് അത് പറ്റില്ല. അത് കൊടുത്തേ പറ്റൂ. ഇനിയും കേറാതിരുന്ന ഓപ്ഷൻസ് എടുക്കണം. പിന്നെ അവോയ്ഡ് ടോൾസ് അവോയ്ഡ് ടോൾസ് ഓൺ ആക്കി ഇടണം. നോക്കട്ടെ. അല്ല, ഇത് പറഞ്ഞപ്പോ അവോയ്ഡ് ടോള് ഒഴിവാവും. ആൻഡ്രോയിഡിൽ മറ്റേ ടിക്ക് അങ്ങനെ എന്തോ വരുന്നു. ഹൈവേസ് വേണം. ഹൈവേ എടുക്കത്തില്ല ബ്രോ. ഇനി ലോക്കൽ ഓടി വരുമ്പോഴത്തേക്ക് 50 വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അല്ല,
ഇവിടെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. കൊള്ളണ്ടവനാണെങ്കിൽ എവിടെ ആയാലും കൊള്ളും. അല്ല ഇവിടെ ഞാനിപ്പോ ന്യൂസ് എല്ലാ ദിവസവും സ്കാർബോയില് ദേ ഇവനെ വിളിക്കാൻ പോയ ആ റോഡില്ലേ, ന്യൂസ് അങ്ങനെ നടന്ന് ഇവനെ വിളിക്കാൻ പോയ ആ റോഡില്ലേ, ആ ഞാൻ പറയാം മറ്റേ ആ മാർക്കോ ആ ഭാഗത്താണ് ഒരുത്തനെ വണ്ടിക്കകത്തിട്ട് വെടിവെച്ച് വന്നത്. ആ അപ്പൊ ഇവിടെ സ്കാർബോ അങ്ങനെ നല്ലതൊന്നുമില്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവാ, അന്ന് എനിക്ക് വണ്ടിയില്ല, ഞാൻ നടന്ന് ബസ് കയറാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോയപ്പോ പോലീസുകാർ ഇങ്ങനെ പുറന്നു വന്നിട്ട് അവിടെ റോഡിന്റെ അടുക്ക് നിർത്തി ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പൊ ഒരു സൈഡ് ബ്ലോക്ക് ആയിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡ് ബ്ലോക്ക് ആയിട്ടില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരൻ ജോലിക്ക് വേണ്ടി നടന്നു വന്നപ്പോഴേ ആ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയി. പിന്നെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാ അപ്പുറത്തൊരു വണ്ടി ഇങ്ങനെ റോഡിന്റെ അടിക്ക് ഇങ്ങനെ കുറുക്കെ കിടപ്പുണ്ട്, ഡോറ് തുറന്ന്. അപ്പോൾ ആരും ഇല്ല. അപ്പോൾ ആ ഏരിയ മൊത്തം ബ്ലോക്ക് ആക്കി. അപ്പോഴാണ് മനസ്സിലായത് ഒരുത്തനെ അതിൻ്റെ അകത്തിട്ട് വെടിവെച്ചിട്ട് അവൻ വെടികൊണ്ട് അവിടെ കിടക്കാണ്. ഇതുപോലും വന്നിട്ടില്ല, പാരവടിക്ക് പോലും വന്നിട്ടില്ല. നമുക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ടൊന്നും. പക്ഷെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നാട്ടിലെ പോലെ അവളെ ആളെ പൊക്കെടുത്ത് പോകുന്ന പരിപാടി ന്യൂസിൽ കണ്ടപ്പോ ഇത് ഈ കാറിന്റെ വെടി കൊണ്ട ചില്ലിന്റെ ഹോളുണ്ട്, വെടിയിട്ട ഹോളുണ്ട്. നല്ല രസമുള്ള എന്താ ഹോള് അല്ല ഈ വെടി കേൾക്കുമ്പോഴേ ആ ഹോൾ ഉണ്ടല്ലോ, വെടിവെച്ചിന്റെ ഇത് കാണിക്കുന്നത് ആ പോലീസ് കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞ ഹോളല്ലേ. എല്ലായിടത്തും വെടിവെപ്പും കുത്തിക്കുത്തുമൊക്കെ ഉണ്ട്. തുറന്ന് കയറിയിരിക്കണം ഇങ്ങനെ. എന്റെ കൂട്ടുകാരനല്ല, ഇതുപോലെ നമ്മുടെ വീട് തൽക്കാലത്തേക്ക് താമസിക്കാൻ വന്ന ഒരുത്തനുണ്ടായിരുന്നേ. അവൻ ആളൊരു എടുത്തേട്ടക്കാരനാണ്, ഒരു പയ്യൻ. അപ്പൊ അവനിങ്ങനെ ഈ ഫേസ്ബുക്കിനകത്തൂടെ ഈ S21 ഇറങ്ങിയ സമയത്ത് ഇവൻ ഫേസ്ബുക്കിനകത്തൂടെ S21 അന്ന് 1300 എങ്ങാണ്ട് അതിന്റെ ശരിക്കുള്ളവരാ. അപ്പൊ ഇവൻ ഫേസ്ബുക്കിനകത്തൂടെ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടപ്പോ ഈ പെണ്ണ് പറഞ്ഞത് ഞാൻ ഇവിടുന്ന് US പോവാ, എനിക്ക് ഈ ഫോൺ കൊടുക്കണം, $600 ഞാൻ തരാന്ന് പറഞ്ഞു. രാത്രി 12 മണി സമയം, 12-12:30 ഇവന് ഇവിടെ കിടന്ന ബഹളമുണ്ട്, നമുക്ക് ഇന്ന് തന്നെ പോയി മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്നെ വിളിച്ച്, ഞാൻ പോയില്ല. എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു ഇവൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ 1-1:30 മണിയായപ്പോൾ ഇവനും ഈ പയ്യനും എൻ്റെ കൂട്ടുകാരനും കൂടെ പോയി $600 മേടിക്കാൻ. അവിടെ ചെന്നപ്പോൾ ഒരു വിജനമായ ഗരാജിനകത്ത് കയറിയിട്ട് $600 കൊടുത്തപ്പോൾ ഈ ഫോൺ കൊടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു തടിക്കട്ടല്ല, ഒരു ഈ ഡെമോ വെക്കത്തില്ലേ, ഈ ബട്ടണൊന്നും ഞെക്കാൻ പറ്റാത്ത ഒരു ഡെമോ സാധനം, അത് കൊടുത്തു. അതെ $600 എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അവന്മാരെ നോക്കിയപ്പോൾ അവന്മാർ എന്താ പറയാനുണ്ടോ, ഒന്നും പറയാനില്ല എന്നും പറഞ്ഞാൽ അത് മേടിച്ചോണ്ടിരിക്കും പോകും. ഒരു വിജനമായ ഒരു സ്ഥലം, ഒരു 5-6 ബ്ലാക്കുമാരും ഒരു പെണ്ണും ഒക്കെ ഉണ്ട്. ഇപ്പൊ വണ്ടിക്ക് സമയത്തെ ഒരുത്തൻ പറഞ്ഞ് ഒരു ബ്ലാക്ക് ആണ്, എന്നോട് വിളിച്ചു പറഞ്ഞ് എനിക്ക് അങ്ങ് വരാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്റെ വർക്ക്ഷോപ്പിൽ വരാൻ പറ്റുമോ. അപ്പൊ ടൈം ഇപ്പൊ രാത്രി വന്നാൽ രാത്രി എനിക്ക് പകൽ കുറച്ച് എനിക്ക് രാത്രി ഫ്രീ ആവുന്നു. അപ്പൊ ഓക്കെ ബ്രോ എല്ലാം തെറ്റി. ബ്ലാക്ക് ആയത് നമ്മൾ അങ്ങനെ ഒരു മുൻധാരണ നമ്മൾ വെക്കരുത്. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കണം. കാരണം ഇപ്പൊ ഇന്ത്യക്കാരാണെങ്കിലും വെള്ളക്കാരാണെങ്കിലും ബാഗ് ഒരുത്തരും പറയാൻ പറ്റത്തില്ല ഇത് വെച്ചിട്ട്. പക്ഷെ എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ഐഫോൺ വിൽക്കാൻ പോയ ഒരു അമ്മച്ചിയുടെ അടുത്ത്, ബ്ലാക്ക് അമ്മച്ചിയ, പക്ഷെ സൂപ്പർ നല്ലൊരു സ്ത്രീ. പറഞ്ഞു പോകുന്നു, ബാർഗൈനിങ് ചെയ്യാൻ പോയില്ല, ഒന്നും ചെയ്യാൻ പോയില്ല, കറക്റ്റ് പൈസയും കൊടുത്തു. അവരുടെ മോക്ക് വേണ്ടിയാ ചെയ്യാൻ പോയപ്പോഴേ എല്ലാം വീടിന്റെ പുറത്ത് വെച്ച് നമ്മൾ ഡീൽ ചെയ്യാം. അതേപോലെ ഇവൻ എന്റെ വീട്ടിൽ റൂമിലെടുത്ത് അപ്പുറത്ത് റൂംമേറ്റ് ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ എന്താ പറയാ, അവനാണെങ്കിൽ അവന്റെ ഫോണ് ഇതായിരുന്നു, പിക്സലായിരുന്നു. അപ്പൊ അവൻ വിൽക്കാൻ വേണ്ടി പുതിയ പിക്സലിന്റെ സാധനം എടുത്ത് പുതിയ എടുത്ത് പഴയത് വിറ്റപ്പം ഇവൻ ആള് നല്ല ഡീറ്റ് ആളാണ്, രാത്രിയാണ്, ആളെ വൈറ്റ് ആണ്, അയാളെ വീടിനകത്ത് കയറ്റി. നമുക്ക് രാത്രി പാതിരാത്രിയാണ്, 11 മണി, റിസ്ക് അല്ലേ.